ചെതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി നമ്മുടെ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കൂടിയ തരം കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിലും അത് നമുക്ക് മനുഷ്യർക്ക് വളരെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള മരുന്നുകളാണ്. ക്യാൻസർ മുതലുണ്ടാകുന്ന മരുന്നുകളാണ് ഈ ചെതലിന് നമുക്ക് കെമിക്കലായിട്ട് തരുന്നത്. അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കുവാൻ പറ്റും. നമ്മൾക്ക് എന്നും നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ. അതുമല്ല, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല, ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായം എന്നിട്ട് കമൻറ്റ് വഴി അറിയിക്കുക. ഇത് നമ്മൾ അടച്ചിട്ട തറവാട്ട് വീട്ടിലുള്ള ഒരു അവസ്ഥയാണ്, പണ്ടത്തെ മച്ചും വീടും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതലിൻ്റെ ശല്യം വളരെ അധികമുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ കെമിക്കലൊക്കെ ചെയ്തിട്ടും പിന്നെയും വരുന്നതുകൊണ്ട് നമ്മളോട് ഒരു കൂട്ടുകാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കിയപ്പം വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് നിങ്ങൾക്ക് ഏതാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കോൾഗേറ്റ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള പേസ്റ്റ് ഏതാണോ അത് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെതൽ വരാതിരിക്കുവാനും അതുപോലെ തന്നെ പാറ്റ, പല്ലി, പ്രാണികൾ, ഒച്ച് ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതിരിക്കുവാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഈ ഒരു കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കായത്തിൻ്റെ ആ കട്ടയില്ലേ, അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് ഈ പേസ്റ്റിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പൊടിയാവുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കട്ടയാകുമ്പോൾ ഒരു ഇത്തിരി പാടാണ്, പക്ഷേ ഇത്തിരി കൂടി എഫക്റ്റ് കട്ടയായിരിക്കും. എന്ന് വെച്ചാൽ കട്ടക്ക് നല്ല ഒരു സ്മെല്ലാണ്, നല്ല എഫക്റ്റീവാണല്ലോ. ഈ ഒരു പൊടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് കുറച്ച് നിന്നിട്ട് അത് പോകും. അപ്പോൾ അതിനേക്കാളും കട്ടയിൽ നമ്മൾ ഇതുപോലെ പേസ്റ്റ് തേച്ചിട്ട് അത് നമ്മളുടെ കബേർഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ എന്താണ് പറയുക, കബേർഡിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന പല പ്രാണികളെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ഒരു കായത്തിൻ്റെ സ്മെല്ല് മാത്രമേ ആ ഒരു കബേർഡിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. പാറ്റ, പല്ലിയൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വരില്ല കേട്ടോ. അത് അവിടെ മുട്ടയിട്ട് പെരുകാനൊന്നും നിൽക്കില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് അത് അവർക്ക് ഇഷ്ടമല്ലല്ലോ. അടുത്തായിട്ട് നമ്മൾ ഇത് തറവാട് വീടാണ് കേട്ടോ. കുറേ കാലമായിട്ട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ചെതലിൻ്റെ ശല്യം, പണ്ടത്തെ എന്താണ് മച്ചിൻ്റെ വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതലിൻ്റെ ശല്യം ഉണ്ട്. നമ്മൾ പല പ്രാവശ്യം കെമിക്കൽ ചെയ്തതാണ്, എന്നിട്ടൊന്നും ഒരു മാറ്റം ഇല്ലാതെ പിന്നെയും വരുന്നതുകൊണ്ട് ഈ ഒരു ഇത് ചെയ്ത് നോക്കിയപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നി. ഈ ഒരു ചെതൽ വരുന്ന ഭാഗം നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത്, നമുക്ക് അവിടെ പാത്രം ഇരിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കായപ്പൊടി 1 ടേബിൾ സ്പൂൺ തന്നെ ഇടണം കേട്ടോ. നിങ്ങളേൽ മറ്റേ കായമാണെങ്കിൽ അത് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. അതും നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മതി കേട്ടോ. എല്ലാം ഈക്വലായിട്ട് തന്നെ എടുക്കുക. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കായപ്പൊടിയും സോപ്പ് വെള്ളവും എല്ലാം സെയിം ആയിട്ട് എടുക്കുക. ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കബേർഡിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കെമിക്കൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വെക്കുന്ന സാധനങ്ങളിൽ ആ കെമിക്കലിൻ്റെ അംശം ഉണ്ടാകുമെന്ന് വളരെ പേടിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ഈ കാലങ്ങളിൽ ക്യാൻസറൊക്കെ വളരെ അധികം കൂടി വരുന്ന സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചെയ്തതിന് ക്യാൻസറൊക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതല്ലേ വളരെ നല്ലത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈക്വലായിട്ട് എടുത്തേക്കുന്ന 1 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇത് നമുക്ക് വെച്ച് ഉപയോഗിക്കേണ്ട, നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുക, അപ്പോൾ ഉപയോഗിക്കുക. നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിശ്രിതം എന്താ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമ്മളിത് അടിച്ചു കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഇത് ചെയ്യുക. അത് ഒരു മാസത്തോളം നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ മാസത്തിൽ ഒരു 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ ഒക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ ഇത് വരാതിരിക്കാനായിട്ട് ആ ഒരു കൂട് പൊട്ടിച്ചതിന് ശേഷം കർപ്പൂരമില്ലേ, അത് എവിടെയാണോ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അവിടെ കർപ്പൂരം ആ ഒരു ഉള്ളിൽ കയറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കൂട് പിന്നെയും കൂട്ടൽ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എവിടെയാണോ ഇതിൻ്റെ ഒരു എൻട്രൻസ് അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പാത്രം അവിടെ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ മുറ്റത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചെടിയിൽ അതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടാവും, മുറ്റത്ത് ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ആദ്യമായിട്ട് 1 ഗ്ലാസ് വെള്ളമാണ്, നേരിയ ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പിടിച്ച് നേരിയ ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം ആ കർപ്പൂരം നല്ലതുപോലെ മിക്സ് ആകുവാൻ വേണ്ടിയാണ് കേട്ടോ. ചൂടുവെള്ളം എടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളം തന്നെ നമുക്കൊരു 2-3 ഗ്ലാസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ വെച്ച് 1 ദിവസം ഇതുപോലെ വെക്കുക. എന്നിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് മുറ്റത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടി വരും. അതുപോലെ നമ്മൾക്ക് എന്താ പറയണത്, ആ ഒരു ഭാഗം മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. 1 ദിവസം നമ്മൾ ഈ ഒരു വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കൂട് ആദ്യം പൊട്ടിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു എൻട്രൻസ് ഉണ്ടാവില്ല, ആ എൻട്രൻസിലേക്ക് നമുക്ക് ഈ പുഴുക്കൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ ചെയ്തു നോക്കൂ, പിന്നെ ആ ഭാഗത്തേക്ക് ചിതൽ വരില്ല കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ടൻ ചായ. നമ്മൾ രാവിലെ കട്ടൻ ചായ തിളപ്പിക്കുമ്പം അത് പഞ്ചസാര ഇടാതെ ഇതുപോലെ തിളപ്പിച്ചത് കുറച്ച് മാറ്റി വയ്ക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് തിളപ്പിക്കാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിനിക് പ്ലസ് ആണ്. അതൊരു 2-3 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. 1 തുള്ളിയാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ മുടിക്കും നല്ലതാണ് കേട്ടോ കട്ടൻ ചായ. അതൊക്കെ ഇങ്ങനെ പഴയതിൻ്റെ ഒരു ലുക്കില്ലേ, നമ്മളെ ഡോറ് അതുപോലെ തന്നെ കബേർഡുകൾ, അതിലൊക്കെ നമ്മൾ ആ ഒരു പഴയ ലുക്ക് പോകാനായിട്ട് ഈ ഒരു മിശ്രിതം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ. നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു നോബ് പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്പ്രേ ബോട്ടിലാക്കി എടുക്കാൻ പറ്റും ഏതൊരു കുപ്പിയിലും. അതിനുശേഷം നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് മാത്രം നിങ്ങളിത് തുടക്കുക. അല്ലാണ്ട് നനഞ്ഞ തുണി കൊണ്ട് തുടക്കരുത്. ഇത് എവിടെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കബോർഡാണെങ്കിലും അതുപോലെ തന്നെ വാതിലുകളാണെങ്കിലും ഒക്കെ നല്ല പോലെ പുതുപുത്തനായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മിററായിട്ടുള്ള ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ ഉള്ള ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് വളരെ എഫക്റ്റീവാണ്. ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.